കാനഡയിലെ ടെമ്പററി റെസിഡൻസ് അഥവാ PR ഇല്ലാത്ത ആൾക്കാർ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രൊവിൻസാണ് ഒണ്ടാരിയോ എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ PR കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രോഗ്രാമാണ് OINP എന്ന് പറഞ്ഞത്, അതായത് ഒണ്ടാരിയോ ഇമിഗ്രൻ്റ് നോമിനി പ്രോഗ്രാം. അങ്ങനെയുള്ള OINP പ്രോഗ്രാമിൽ ഒരു വലിയൊരു മാറ്റമാണ് വന്നേക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ആ OINP പ്രോഗ്രാമിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് നിമിഷം അവർ ഓൾറെഡി പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രോഗ്രാമിൽ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള പൂർണ്ണാധികാരം അവർക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാമെന്നുള്ളത്. അങ്ങനെ ഒരു മേജറായിട്ടുള്ള മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് സ്കിൽ ട്രേഡ് എന്ന പറഞ്ഞ പ്രോഗ്രാം അവരിപ്പം താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്തേക്കുവാണ്. ഓൾറെഡി ആ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ആ ആപ്ലിക്കേഷൻ എല്ലാം തിരിച്ച് റിട്ടേൺ അയക്കുകയും മാത്രമല്ല അവർക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഫീസ് റീഫണ്ട് ചെയ്ത് കൊടുക്കുകയും വരെയും ചെയ്തിട്ടുണ്ട്. ഇനി അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ OINP പ്രോഗ്രാമിൽ ഈ പ്രോഗ്രാം പ്രത്യേകിച്ച് സ്കിൽഡ് ട്രേഡ് പ്രോഗ്രാം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കത്തില്ല. ഈ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പ്രോഗ്രാം സസ്പെൻഡ് ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഫ്രോഡുലൻസ് ആക്ടിവിറ്റിയാണ്. അതായത് ഇഷ്ടംപോലെ ആൾക്കാർ ഈ പ്രോഗ്രാമിലേക്ക് ഒരു ഫ്രോഡുലൻസ് ആക്ടിവിറ്റി വഴി ഇല്ലാത്ത ഒരു ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അങ്ങനെയുള്ളൊരു രീതിയിൽ ഫ്രോഡുലൻസ് ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽപ്പെടുകയും അതുകൊണ്ടാണ് അങ്ങനത്തെ രീതിയിൽ ഈ ഫ്രോഡുലൻസ് ഇത്രയധികം കൂടിയത് കൊണ്ട് അവർ ഈ പ്രോഗ്രാം സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അവർ പെട്ടെന്ന് ഒരു പ്രഭാതത്തിൽ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചതല്ല. ഏകദേശം ജനുവരി, ഫെബ്രുവരി, മാർച്ചിലൊക്കെ ഈ പ്രോഗ്രാം നടക്കുകയും അതിന് ശേഷം വന്നിട്ടുള്ള ആപ്ലിക്കേഷനിലാണ് ഈ ഫ്രോഡുലൻസ് ഒക്കെ അവർ കൂടുതൽ മനസ്സിലായത്. ഗ്രാജുവലി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവരുടെ ആപ്ലിക്കേഷൻ എല്ലാം ഹോൾഡ് ചെയ്യുകയും കൂടുതൽ ഫർദർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ ഫ്രോഡുലൻസ് കാണിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസിനെ അവർ ഡയറക്റ്റ് വിളിച്ചിട്ട് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കുകയും അങ്ങനെയുള്ള ഫ്രോഡുലൻസ് കാണിച്ചിട്ടുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ ഒരു ഫൈൻ കൊടുക്കുകയും കുറച്ച് ബാൻ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ കാനഡയിലുള്ള മെയിൻ ഇമിഗ്രൻ്റ് കൺസൾട്ടൻസിനെയും ലോയേഴ്സിനെയും ഒക്കെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷമാണ് അവർ ഈ പ്രോഗ്രാം താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് എല്ലാവരും ഫ്രോഡായതുകൊണ്ടല്ല ഗവൺമെൻറ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. പക്ഷേ ഗവൺമെൻറ്റിന് മുന്നിൽ വേറൊരു മാർഗ്ഗം ഇല്ലാതായിപ്പോയി. കാരണം ഫ്രോഡുലൻസ് കാണിച്ചത് ആരൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നിടം വരെ വീണ്ടും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവരെല്ലാം അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രോഡുലൻസിൻ്റെ എണ്ണം കൂടും എന്ന് ഗവൺമെൻറ് തോന്നിയുകൊണ്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത എല്ലാവരുടെയും ആപ്ലിക്കേഷൻ അവർ ക്യാൻസൽ ചെയ്യുകയും പുതിയൊരു ആപ്ലിക്കേഷൻ എടുക്കണ്ട എന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ പ്രോഗ്രാം ക്യാൻസലാക്കിയത് പല രീതിയിലും ഡയറക്റ്റായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പലരും ഇവിടെ ഒരു വർക്ക് പെർമിറ്റിലൊക്കെ കുറച്ച് എക്സ്റ്റൻഷൻ എടുക്കുകയും അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയൊക്കെ എടുത്ത് ഇവിടെ തുടരുകയൊക്കെ ആയിരുന്നു. ഈ നോമിനേഷൻ പ്രോഗ്രാം കിട്ടും, അതിനുശേഷം PR കിട്ടും എന്നൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട്. ബാക്കി ചിലരാകട്ടെ നാട്ടിൽ പോയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിസിഷന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം പെട്ടെന്ന് തന്നെ ഒരു നിരാശ ഉണ്ടാകുന്ന രീതിയിലാണ് ഒണ്ടാരിയോ നോമിനേഷൻ പ്രോഗ്രാമിൽ ഈ പ്രോഗ്രാം പെട്ടെന്നൊരു ക്യാൻസലേഷൻ ഉണ്ടാക്കിയത്. കാനഡയിലെ പല ആൾക്കാരും ഒരു PR കിട്ടാൻ വേണ്ടി ഒരു എളുപ്പമാർഗ്ഗമായിട്ട് നോക്കുന്നത് ഏതെങ്കിലും ഒരു നോമിനേഷൻ പ്രോഗ്രാം വഴി അതിൽ വന്നതിന് ശേഷം PR എടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ OINP പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു സ്കിൽഡ് ട്രേഡ് പ്രോഗ്രാം ചൂസ് ചെയ്തിട്ട് ആ വഴി PR നേടാൻ ശ്രമിക്കുന്നത്. ഇപ്പം നമുക്കറിയാവുന്നതാണ് സ്കിൽ ട്രേഡ് പ്രോഗ്രാമിൽ വരുന്നതാണ് കുക്കിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. പല ആൾക്കാരും എക്സ്പ്രസ് എൻട്രിയിലൊക്കെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയതിന് ശേഷം അവർ ട്രോയിലൊക്കെ അവർ പങ്കെടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നത് 500 മുകളിൽ 530 520 മുകളിലൊക്കെ സ്കോറുള്ളവർക്ക് എക്സ്പ്രസ് എൻട്രി ഡയറക്റ്റ് അവർക്ക് PR കിട്ടാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. ഈവൻ ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് പോലും ഈ അടുത്ത സമയത്തെല്ലാം ട്രോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 530 അടുത്താണ് ആ ട്രോയിലൊക്കെ അവർ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെയുള്ള പല ആൾക്കാർക്ക് അത്രയും സ്കോറൊന്നും മേടിക്കാൻ പറ്റാത്തപ്പോൾ ഈ ഒരു ഒണ്ടാരിയോ നോമിനേഷൻ പ്രോഗ്രാം പോലത്തെ ഒരു പ്രൊവിൻഷ്യൽ നോമിനേഷൻ പ്രോഗ്രാം വഴി അതിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുകയും അതുവഴി ഡയറക്റ്റ് PR നേടാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരാണ് ഒരു 6 മാസമൊക്കെ ഒരു കുക്കായിട്ടൊക്കെ ജോലി ചെയ്തതിന് ശേഷം ആ എക്സ്പീരിയൻസ് കാണിച്ചുകൊണ്ട് ഈ ഒരു OINP പ്രോഗ്രാം വഴി അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇഷ്ടംപോലെ ഫ്രോഡുലൻസ് ഉറപ്പായിട്ടും കുക്കെന്നൊക്കെ പറയുന്ന പോസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ കയറി ആ ഒരു പൊസിഷൻ നേടാനൊക്കെ സാധിക്കും. അങ്ങനെ പല ആൾക്കാരും അങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ആ പ്രോഗ്രാം തന്നെ, അതായത് ആ സ്കിൽഡ് ട്രേഡ് പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് അതിൽ തന്നെ ഏകദേശം ഒരു 25ഓളം ഒരു ജോബ് ഓക്യുപ്പേഷൻ ലിസ്റ്റാണുള്ളത്. ആ 25 പ്രോഗ്രാമിൽ വരുന്ന എല്ലാ പ്രോഗ്രാമും അവരിപ്പോൾ താൽക്കാലികമായിട്ടാണോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടാണോ എന്നറിയത്തില്ല, എങ്കിലും അവർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്.
ഇനി എന്നാ സസ്പെൻഷൻ മാറ്റും എന്ന് യാതൊരു അറിയിപ്പും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഇതുകൂടാതെ തന്നെ ആ സ്കിൽ ട്രേഡ് പ്രോഗ്രാം മാത്രമേ അവർ ക്യാൻസലാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിലത്തെ ആപ്ലിക്കേഷൻ ആരെങ്കിലും സബ്മിറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ബാക്കി ഏതെങ്കിലും ONPയുടെ സ്ട്രീമിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ONP വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ സ്കിൽ ട്രേഡ് പ്രോഗ്രാമിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തവർക്ക് മാത്രമാണ് ആപ്ലിക്കേഷൻ സസ്പെൻഡ് ചെയ്തേക്കുന്നത്. ബാക്കി ONP സ്ട്രീമിൽ ബാക്കി എന്തെങ്കിലും രീതിയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തുള്ളവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. മാത്രമല്ല അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള സസ്പെൻഷൻ കിട്ടിയ ആൾക്കാർക്ക് പോലും വേറെ ഏതെങ്കിലും സ്ട്രീം ചൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനത്തെ കാനഡ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ന്യൂസ് വരുമ്പോഴും അത് ആദ്യം തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ അജയ് സൈനിങ് ഓഫ്. ബൈ.